ബീട്രൂട്ടാണ്. ബീട്രൂട്ട് കൊണ്ട് നമുക്കൊരു പൂരിയും ചപ്പാത്തിയും ഉണ്ടാക്കാം ഇതുകൂടെ ചേർത്തിട്ട്. വാ, അങ്ങനെയാണെന്ന് കാണാം. ബീട്രൂട്ട് മിക്സിയിൽ അടിച്ച് ജ്യൂസാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, അതിൻ്റെ ജ്യൂസാണ്. നമുക്ക് ചപ്പാത്തിക്കുള്ള മാവെടുക്കാം. ഇങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് ബീട്രൂട്ട് കൂടെ നമുക്ക് മാവ് ആദ്യം ഒന്ന് ഉപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കൂടെ ചേർത്ത് മാവ് കുഴയ്ക്കാം. മാവ് ചപ്പാത്തിക്കുള്ള മാവ് നല്ലവണ്ണം എനിക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഉരുളകളാക്കി എടുക്കാം. ചപ്പാത്തി അത് ചൂടായി നമുക്ക് ചപ്പാത്തി വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഓയിൽ തേച്ച് കൊടുക്കാം. എന്താ കളറല്ലേ, സൈഡ് ഉള്ളി വരുന്നുണ്ട്. തിരിച്ചിട്ട് നല്ല ഷേപ്പിന് എടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ച് ഒന്നിങ്ങനെ റൗണ്ട് ചെയ്തെടുത്താൽ നല്ല ഷേപ്പിൽ കിട്ടും. ഇതാണ്ടോ, അങ്ങനെ പൂരിക്കുള്ള മാവ് പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് പൂരി പൊള്ളിച്ചെടുക്കാം. അതിന് വേണ്ടി ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൂരി ഇട്ട് കൊടുക്കാം. നല്ല പൊള്ളുന്നുണ്ട്. ഇവിടെ പൂരിയും ചപ്പാത്തിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ദാൽ കറിയാണ് എടുത്തിട്ടുള്ളത്. ഈ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.